ഹായ് ഫ്രണ്ട്സ്, കുറച്ച് തൈകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് നടാം. 2 ദിവസമായി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. എനിക്ക് കുറച്ച് തിരക്ക് കാരണം ഒന്നും നടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നടാം. ക്യാബേജും കോളിഫ്ലവറും ഉണ്ട്, അതുകണക്ക് തന്നെ വഴുതനയുടെ തൈകളുണ്ട്. ഇതെല്ലാമാണ് നടാനുള്ളത് നമുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ഇത് കണക്ക് ചാക്കിൽ കൃഷി ചെയ്തതാണ് വഴുതന, കുറ്റിപ്പയർ. അപ്പോൾ നമുക്ക് നടാനായിട്ട് ആദ്യം കുറച്ച് വളക്കൂറുള്ള മണ്ണെടുക്കാം. ആ മണ്ണിലേക്ക് കുറച്ച് ഡോളോമെറ്റ് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ചാക്കിലും കുറച്ച് ഡോളോമെറ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മണ്ണിൻ്റെ പുളിരസം എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഡോളോമെറ്റ് ഉപയോഗിക്കുന്നത്. കുമ്മായപ്പൊടി അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞേ നടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡോളോമെറ്റ് മിക്സ് ചെയ്ത് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പോട്ടി മിക്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെറിയ തൈയാണ്. അപ്പോൾ ആ ചെറിയ തൈക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഗ്രോത്ത് ഉണ്ടാകും. അതുകണക്ക് തന്നെ ഈ ചാക്ക് നിറച്ചിരിക്കുന്നത് ഏറ്റവും അടിയിൽ കരിയിലയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ്, പിന്നെ ഏകദേശം വളക്കൂറുള്ള മണ്ണ്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത് നമ്മൾ ചാക്ക് നിറച്ചിരിക്കുന്നത്. വെയിറ്റ് കുറവായിട്ടാണ് നിറച്ചിരിക്കുന്നത്. ചാക്കിൻ്റെ അടിയിൽ 2 ഹോൾ വേണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു കുഴി കുത്തി കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പറക്കി മാറ്റണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു കുഴി കുത്തിയിട്ട് കുറച്ച് പോട്ടി മിക്സും എല്ലാം കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ തൈയായിട്ട് എടുക്കാം. നടാൻ വേണ്ടി എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം. നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള തൈയാണ്. 1 മാസം പ്രായമായ തൈയാണ്. ഞാൻ നടാൻ വൈകിപ്പോയതാണ്. കുറച്ച് ദിവസം ഞാൻ അവിടെ വെച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ നേരെ സെൻട്രലായിട്ട് വെച്ചിട്ട് കുറച്ച് ഇത് കണക്ക് പ്രോട്ടീൻ മിക്സും ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത കുറച്ച് വളക്കൂറുള്ള മണ്ണാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ആയിട്ട് ചേർത്ത് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് ഇത് കണക്ക് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുക്കണം. ഞാനത് കാണിക്കുന്നുണ്ട്. അടുത്ത ചാക്കും ഇതേ രീതിയിൽ നമുക്ക് പൊട്ടി മിക്സും എല്ലാം മിക്സ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. എന്നിട്ട് അടുത്ത തൈയും നമ്മൾ അതുപോലെ പതുക്കെ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, വേര് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി പതുക്കെ എടുക്കണം. അതുപോലെ നല്ല റൂട്ട് വന്നിട്ടുള്ള തൈയാണ്. അതിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് കണക്ക് നല്ല വളക്കൂറുള്ള മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് ലെവൽ ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ട് സെൻട്രലായിട്ട് വെച്ച് ലെവൽ ചെയ്താൽ മതി. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. ഇവിടെയാണെങ്കിൽ പറമ്പിൽ നിറച്ച് ഞാൻ നട്ടിട്ടുണ്ട്. പറമ്പ് മൊത്തം ഫുള്ളായി. അതിൻ്റെ ബാക്കിയാണ് ഞാനിവിടെ നടുന്നത്. കുറച്ച് സ്ഥലമേ ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ ചാക്കിലാവാമെന്ന് വിചാരിച്ചു. ചാക്കിലാകുമ്പോഴത്തേക്ക് ഗ്രോ ബാഗിൻ്റെ അത്ര നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാം. ചാക്കിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല വിളവുകൾ കിട്ടും. ഗ്രോ ബാഗിൽ നടുന്ന കണക്ക് അതേപോലെ സെയിം തന്നെയാണ്. ഞാനിതിൽ കൂടുതൽ ചേർത്തിരിക്കുന്നത് കോഴി വളവും പിന്നീട് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ്. പിന്നെ ഡോളോമെറ്റ് വേണം. പോട്ടി മിക്സ് തീർച്ചയായിട്ടും കൊച്ചു തൈകളാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നല്ലത്. നമ്മൾ തൈ എടുക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. എപ്പോഴും ഇത് കണക്ക് വേര് പൊട്ടാതെ പതുക്കെ വേണം എടുക്കാനായിട്ട്. ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൂട്ടോടെ ഇത് കണക്ക് പതുക്കെ നമുക്ക് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. പതിയെ എടുത്ത് ഇത് കണക്ക് എല്ലാത്തിനും സെൻറ്ററിൽ വെച്ച് നമുക്ക് ഇത് കണക്ക് മണ്ണ് ഫില്ല് ചെയ്ത് എല്ലാം ഒന്ന് നോക്കാമേ. അപ്പോൾ നമ്മുടെ എല്ലാ തൈകളും നട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതൊന്ന് കാണാം. ഈ ചാക്കിൽ കൃഷി ചെയ്യുമ്പോഴുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും 0 കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇത് പടവലത്തിൻ്റെയാണ്. എല്ലാം കുറ്റിപ്പയർ, ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് നട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് മുളകിൻ്റെ തൈയെല്ലാം ഞാൻ പാകം വെച്ചിട്ടുണ്ട്. മുളകിൻ്റെ വിത്തിട്ട് പാകം വെച്ചിരിക്കുക. അതെല്ലാം വളർന്ന് വന്നുകൊണ്ടിരിക്കുക, മാറ്റുകയാണ്. ഈ വഴുതന 2 ഞാൻ നേരത്തെ നട്ടതാണ്. നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് ഇപ്പം. അതിനൊക്കെ തന്നെ കുറ്റിപ്പയറാണ് ബാക്കിയുള്ളതൊക്കെ. എല്ലാം അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ അടുക്കി വെച്ചിരിക്കുക. സൈഡിലായി വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.